ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടി ലഭിച്ചതിനു പിന്നാലെ കൂടുതൽ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊരു വലിയ സൂചനയെ തുടർന്ന് പാകിസ്ഥാന്റെ ഭീകര സംഘടന ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ സംഘടനകൾ പാക് അധിനിവേശ കശ്മീരിലെ അവരുടെ താവളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയതായിട്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ബഹൽപൂർ, ബുർദേവ്, മുസഫർ നഗർ ഉൾപ്പെടെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ കൂടുതൽ ആക്രമണം ഇനി POKയിൽ ഉണ്ടാകും എന്ന് പാക് ഭരണകൂടം അറിയിച്ചതിനെ തുടർന്ന് അവരുടെ കൂടി സഹായത്താലാണ് ഈ പലായനം എന്നാണ് പുറത്തുവരുന്ന വിവരം. റിപ്പോർട്ട് പ്രകാരം POKയിൽ നിന്ന് മാറുന്ന ഭീകരർ ഖൈബർ പക്തൂൺ മേഖലയിൽ അഫ്ഗാനിസ്ഥാനോട് ചേർന്നുള്ള അതിർത്തികൾ പുതിയ താവളം പണിയുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പറഞ്ഞിരുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യ പറഞ്ഞത് പാക് ഭീകരർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ താവളം ഉറപ്പിക്കുന്നു എന്നാണ്. മുൻപ് താലിബാൻ ഇന്ത്യക്ക് ഉറപ്പു നൽകിയിരുന്നു അവരുടെ മണ്ണ് ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന്. ഐക്യരാഷ്ട്രസഭയിൽ നിലവിൽ താലിബാന്റെ അംഗങ്ങൾ ആരും തന്നെ ഇല്ല. കഴിഞ്ഞ സർക്കാരിന്, അതായത് പുറത്താക്കിയ സർക്കാരിന് പ്രതിനിധി ഒരു പേരിന് മാത്രമാണ് ഐക്യരാഷ്ട്രസഭയിലുള്ളത്. അതുകൊണ്ട് കൂടിയാകണം ഇന്ത്യ ഇത്തരത്തിലൊരു അഭ്യർത്ഥന മുൻപോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പാക് അധിനിവേശ കാശ്മീരിൽ ഒരു വമ്പൻ ആക്രമണം ഇന്ത്യ പ്ലാൻ ചെയ്യുന്നു എന്ന് തന്നെയാണ് പാക് ഭരണകൂടവും ഒപ്പം തന്നെ ഭീകരരും കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടപ്പലായനം POKയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.